ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണെങ്കിലും കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും പിറകിലാണ്. ഹോക്കിയും ക്രിക്കറ്റും ഒഴിച്ച് നമുക്ക് സ്പോർട്സിലായാലും കായിക മേഖലയിലായാലും അധികം കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞ ഇനങ്ങളില്ല. വലിയ പ്രതീക്ഷയോടെ നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം പതിറ്റാണ്ടുകളായി രാജ്യം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അതിനൊത്തൊരു ഫലം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഫെൻസിംഗ് മേഖലയിൽ രാജ്യം വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് വന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യം ഫെൻസിങ്ങിൽ യോഗ്യത നേടി. പക്ഷേ 24 പാരീസ് ഒളിമ്പിക്സിലെത്തുമ്പോഴേക്കും ആ യോഗ്യത നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. 2028 വീണ്ടും ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിൽ നടക്കാൻ പോവുകയാണ്. ഫെൻസിംഗ് വലിയ പ്രതീക്ഷയോടെ രാജ്യം വീണ്ടും ഉറ്റുനോക്കുന്നുണ്ട്. അവിടെ ഒരു യോഗ്യത 2032 ആകുമ്പോഴേക്കും ഒരു മെഡൽ. ഇതൊക്കെ രാജ്യത്തിൻ്റെ സ്വപ്നമാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വേദി ദേശീയ ഫെൻസിംഗ് അസോസിയേഷനാണ്. അവിടെ കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ ശബ്ദവും മുഴങ്ങും എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. OK വിനീഷിലൂടെയാണ് ആ ശബ്ദം ദേശീയ ഫെൻസിംഗ് അസോസിയേഷനിൽ മുഴങ്ങുക. കേരളത്തിലെ കണ്ണൂരിലെ മികച്ച കായിക സംഘാടകരിൽ ഒരാളാണ് OK വിനീഷ്. സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റായും ജില്ലാ അസോസിയേഷൻ്റെ പ്രസിഡന്റായുമൊക്കെ നിരവധി വേദികളിൽ നാം OK വിനീഷിനെ കണ്ടിട്ടുണ്ട്. കായിക സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന് തന്നെ OK വിനീഷിനെ വിശേഷിപ്പിക്കാം. ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായി OK വിനീഷ് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷകളും ഏറെയാണ്. ഒട്ടേറെ ദേശീയ മത്സരങ്ങൾ കേരളത്തിൽ കണ്ണൂരിൽ വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ദേശീയ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് OK വിനീഷാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം OK വിനീഷ്. കഴിഞ്ഞ ആഴ്ചയാണ് വലിയ ഒരു ചുമതല താങ്കളിലേക്ക് വന്നു ചേർന്നത്. ദേശീയ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം. എന്താണ് ആ അസോസിയേഷന്റെ ഒരു ഘടന? അതിന്റെ മറ്റ് ഭാരവാഹികൾ അവരൊക്കെ ആരാണ്? തീർച്ചയായിട്ടും ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സതേജ് പാട്ടീലാണ്. മഹാരാഷ്ട്രയുടെ മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉന്നതനായ നേതാവ് കൂടിയാണ്. ഈ അസോസിയേഷൻ്റെ സെക്രട്ടറി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യൻ ഫെൻസിംഗ് കോൺഫെഡറേഷൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള രാജീവ് മേത്തയാണ്. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. അദ്ദേഹം ഇന്ത്യൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനകത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ ഫെൻസിംഗ് അസോസിയേഷൻ്റെ ഒരു പ്രവർത്തനം, ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം ഇത്രമേൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ട്രഷറർ സാഹുവാണ്, രാജസ്ഥാനിലുകാരനാണ്. നമ്മുടെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ആ അസോസിയേഷൻ്റെ ഭാരവാഹിത്വത്തിൽ. ഈ കേരളത്തിൽ നിന്ന് താങ്കൾ മാത്രം? കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് ഉള്ളത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഞാനാണ് ഭാരവാഹിത്വത്തിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഏറ്റവും വലിയ അഭിമാന താരം ഭവാനി ദേവി ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ അവരൊഴിച്ചു നിർത്തിയാൽ മറ്റ് താരങ്ങൾക്ക് ആ നിലയിലേക്ക് വരാൻ കഴിയാത്തൊരു പ്രശ്നം. പിന്നെ 2020 നമ്മൾ യോഗ്യത നേടി ഒളിമ്പിക്സിൽ. പക്ഷേ
2024 നമുക്കത് യോഗ്യത കിട്ടിയിട്ടില്ല. അടുത്ത നിങ്ങളുടെ എയിം എന്താണ്? നമ്മൾ വിമൻ സാബർ സെക്ഷനിലാണ് 2020 ഭവാനി മദ്രാസുകാരിയാണെങ്കിലും ഭവാനിയുടെ പഠനവും പരിശീലനവും എല്ലാം കേരളത്തിൽ കണ്ണൂർ തലശ്ശേരി സായി സെൻറ്ററിലാണ് നമ്മളോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്നത്. വളരെ പ്രത്യേകതയുണ്ട്. ഞാൻ വൈസ് പ്രസിഡൻ്റ് ആവുന്ന ഈ അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പിൽ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി ഭവാനിയും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉത്തരാഖണ്ഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഭവാനിയുടെ അടുത്ത ഒളിമ്പിക്സിൽ ഭവാനി തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിനകത്ത് പരിക്ക് ഭവാനിയെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ ഇറ്റലിയിൽ വളരെ നല്ല ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാബറിൽ ഭവാനിയോടൊപ്പം തന്നെ നമ്മൾ പുരുഷ ടീം കരണും ജിഷോവും ഒക്കെ ക്വാളിഫൈ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഫെൻസിങ് ഫെഡറേഷനൊക്കെ ഉള്ളത്. ഒട്ടനവധി പുതിയ താരങ്ങൾ നമുക്ക് ഉണ്ട്. നമുക്കിപ്പം കേരളത്തിനകത്തൊക്കെ ഉയർന്നു വരുന്ന ചില താരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ജൂനിയർ കോമൺവെൽത്ത് ഗെയിംസിൽ നമുക്കൊരു മെഡൽ ജേതാവ് നിവേദിത, അത് കേരളത്തിൽ ഇടുക്കിക്കാരിയാണ്, സായിയിലെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവർ ജൂനിയറിലാണ്, പക്ഷേ ഒളിമ്പിക്സിനകത്ത് പുരുഷ ടീം കൂടി ഒരു മെഡൽ നേടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഫെൻസിങ് നമ്മൾ മെച്ചപ്പെട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു 32 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ഒട്ടനവധി മെഡൽ നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കയറുമ്പോൾ എനിക്ക് ഡി ചന്ദ്രലാലിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബോക്സിങ്ങിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ 4-5 വനിതകൾ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അതൊക്കെ വലിയ പ്രതീക്ഷയാണ്. ബോക്സിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയാണ്. അല്ലല്ല, ഞാൻ ഭാരവാഹിയല്ല, ഞാൻ പഴയ ബോക്സറും ആ അസോസിയേഷനുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഭാരവാഹിത്വമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊതുവിൽ നമ്മളിപ്പോൾ നല്ല രൂപത്തിൽ ഈ ഫെൻസിങ് മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല അത് ഫെൻസിംഗ് ആയി വളർത്തിക്കൊണ്ടുവരിക, അത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും അതിൽ നമുക്ക് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൽ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫെൻസിങ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസം 19 മുതൽ ഏഷ്യൻ കാഡറ്റ് ചാമ്പ്യൻഷിപ്പ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുക. അത് നടത്തുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് കൂടുതലായി അവസരങ്ങൾ, കേരളത്തിലെ നിരവധി കായിക താരങ്ങൾ ആ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ലഭിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ ഉൾപ്പെടെ നമ്മൾ എടുത്ത് നടത്താൻ വേണ്ടി ആലോചിക്കുകയാണ്. ഞങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ സ്പോർട്സ് മിനിസ്റ്ററോടും CM-നോടുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. കേരളത്തിലും നമുക്ക് ഇത്തരം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരാനുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഫോറിൻ ഒരു ഇൻ്റർനാഷണൽ മത്സര പരിചയം വരും. അത് ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിനും ഒക്കെ ഗുണം ചെയ്യും. ഈ പരിശീലനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പരിശീലനം നമ്മൾ സായി സെൻ്ററൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്തരത്തിലൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പരിശീലനത്തിനൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ട ഒരു സംവിധാനം കൂടി ഉണ്ടാവേണ്ടതല്ലേ? അല്ല, അതിൽ അങ്ങനെയല്ല. ഇത് നമ്മളിപ്പം നീരജ് ചോപ്രയുടെ പരിശീലനം വിദേശത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫെൻസിങ്ങിൽ നല്ല ക്വാളിറ്റിയുള്ള ഒപ്പോണൻസ് കിട്ടണം, നല്ല കോച്ചസ് കിട്ടണം. ഇപ്പോൾ ഭവാനിയുടെ ഒരു കരിയറുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഭവാനി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇറ്റലിയിലാണ് പരിശീലനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അവളുടെ ആ പ്ലെയറുടെ മത്സരത്തെ വലിയ തോതിൽ സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒളിമ്പിക്സൊക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് ഫെൻസിങ്ങിനകത്ത് മെച്ചപ്പെട്ടു വരുന്ന കായിക താരങ്ങൾക്ക് വിദേശ പരിശീലനം ഉൾപ്പെടെ നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാവണം. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സഹായങ്ങൾ ഉണ്ടാവണം. ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടി നടക്കേണ്ടതുണ്ട്. കോച്ച് അതിൽ നിർണായകമാണ്. അതിൽ കോച്ചിൻ്റെ ഒരു ലഭ്യത കൂടി വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഘട്ടം വരെയുള്ള കോച്ചസ് നമുക്കിപ്പോൾ ഭവാനിയുടെ കോച്ച് സാഗർ എസ്ലാഗുവാണ്. കേരളത്തിൽ കേരളത്തിന് ഒരുപാട് ഇൻ്റർനാഷണൽ നാഷണൽ മെഡലുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ആധാരമായിട്ടുള്ളത് സാഗറിൻ്റെ കുറേ ശിഷ്യന്മാരാണ്. ഒരു ഇന്ത്യയിലെ തന്നെ സാബറിൽ ഒരു നമ്പർ 1 കോച്ചാണ് സാബർ. അപ്പം അങ്ങനെ കുറച്ച് 3-4 കോച്ചുമാർ നമുക്കുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ് ഒരു വലിയ രൂപത്തിലേക്ക് അവർക്ക് വിദേശ പരിശീലനം മസ്റ്റായിട്ട് നമുക്ക് കൊടുക്കണം. കോച്ചിങ് മാത്രമല്ല,
ഇവർക്ക് പറ്റിയ ഒപ്പോണൻസ് കൂടി നമുക്ക് ലഭ്യമാവണം. എന്നാൽ മാത്രമേ ഇവരൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഈ ഫെൻസിങ് നമുക്കത്ര പരിചിതമില്ലാത്ത ഒരു ഇനമായിരുന്നു. നമ്മൾ കണ്ണൂരിൽ അതിൻ്റെ ചാമ്പ്യൻഷിപ്പൊക്കെ നടന്നപ്പോൾ പലരും അത് വന്നു കണ്ടു. പുതിയ ആളുകൾ, കുട്ടികൾ ഇത് പഠിക്കണം എന്ന് താല്പര്യപ്പെട്ടു വരുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പുതിയ കുട്ടികൾ താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിനൊരു ലെഗസി ഉണ്ട് ഇതിനകത്ത്. കളരിപ്പായിട്ട് ഫെൻസിങ്ങുമായി സാമ്യമുള്ളതാണ്. ഐ ഹാൻഡ് കോർഡിനേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മർജ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മനോജ് ചോദിച്ചതുകൊണ്ട് പറയും, ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റും സ്പോർട്സ് ഡയറക്ടറേറ്റ്, ഫെൻസിങ് അസോസിയേഷനും സായുമായി ചേർന്ന് ഒരു പുതിയ പ്രോജക്റ്റ്, കളരിയും ഫെൻസിങ്ങും സംയോജിപ്പിച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് 7 ജില്ലകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട കായിക മന്ത്രിയും അതുപോലെ തന്നെ സ്പോർട്സ് ഡയറക്ടറും വിഷ്ണുരാജും നല്ല രൂപത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒരു 1-2 മാസത്തിനുള്ളിൽ തുടങ്ങാൻ വേണ്ടി ഉള്ളൊരു ആലോചനയിലാണ്. സായിയുടെ കൂടി ഡിസ്കഷനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇതൊരു പുതിയ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉപകരിക്കും. എന്നാൽ കേരളം കളരിയിൽ വലിയ ട്രഡീഷണൽ നമുക്ക് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ ഉപയോഗപ്പെടുത്തി ഫെൻസിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ വലിയ സാധ്യതയുണ്ടാവും എന്നാണ് ഇതിൻ്റെ ഒരു പഠനം തെളിയിക്കുന്നത്. ഈ പുതിയ പുതിയ ആളുകൾ വരാതെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സ്കൂൾ തലത്തിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു ഫെൻസിങ് എന്നുള്ളത് ഇല്ല. അപ്പോൾ ചെറിയ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സ്കൂൾ തലത്തിൽ ഇത് ഒരു പരിശീലനത്തിനുള്ള ഒരു സംവിധാനം കൂടി ചെറിയ ചെറിയ ഘട്ടം ഘട്ടമായി നമുക്ക് തുടങ്ങാൻ കഴിയുന്നതല്ലേ? ഇതിൽ നാഷണൽ സ്കൂളിൽ അണ്ടർ-14, അണ്ടർ-17, അണ്ടർ-19 സ്കൂൾ ചാമ്പ്യൻഷിപ്സ് ഉണ്ട്. കേരളം അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് മാത്രമേ നടത്തുന്നുള്ളൂ. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അണ്ടർ-14, അണ്ടർ-17 കൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ ഉണ്ടാവണമെന്ന നിർദ്ദേശം ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് സ്കൂളുകളിൽ വലിയ രൂപത്തിലുള്ള ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ ഉള്ള പരിശീലന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചില സ്കൂളുകൾ ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ണൂരെടുത്താൽ സെൻറ്റ് മൈക്കിൾസ്, അതുപോലെ ഭവൻസ്, ഇപ്പോൾ CBSE ഇത് ഫെൻസിങ് CBSE ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളും വലിയ സഹായം ഫെൻസിങ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബഹുമാന്യനായ സ്പോർട്സ് ഡയറക്ടർ, സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഈ ഇനം ഉണ്ട്. അണ്ടർ-19 ഉണ്ട്. അപ്പോൾ അണ്ടർ-14, അണ്ടർ-17 കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് എന്തായാലും പരിഗണിക്കാമെന്ന്, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ ഇതിൻ്റെ ഒരു അപകട സാധ്യതയൊക്കെ കണ്ടാണോ ഇത് ഒഴിവാക്കുന്നത് ഈ കുട്ടികൾക്ക്? ഇതിൽ വലിയ അപകട സാധ്യതയില്ല. ഞങ്ങൾ ഈ മത്സരം തന്നെ ഫുൾ എക്യുപ്ഡ് ആയിട്ടാണ്, എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് രക്ഷിതാക്കൾക്ക് ഒരു പേടിയുണ്ടാവും ഈ വാളുകൊണ്ട് വീശുന്നതൊക്കെ കാണുമ്പോൾ ഒരു പേടി? ഇല്ല, അങ്ങനെ ഒരു ഭയമില്ല. ഒരുപാട് രക്ഷിതാക്കൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അധികം ഇതിനകത്ത് വരുന്നത്. നമ്മുടെ അച്ചീവ്മെൻറ്റ് തികച്ചും അധികം പെൺകുട്ടികളൊന്നുമാണ്. ഇപ്പം നാഷണൽ ഗെയിംസിൽ നിരവധി മെഡലുകൾ കേരളത്തിന് വാങ്ങിക്കൊടുത്തൊരു ഇവൻ്റാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം, നിങ്ങൾ കഴിഞ്ഞ 3 ടേമും കേരള സർക്കാർ ജോലി കൊടുത്തതിൽ ഏതാണ്ട് 50 പേർ ഫെൻസിങ്ങിൽ നിന്നാണ്. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ അച്ചീവ്മെൻ്റൊക്കെ നമുക്ക് കോമൺവെൽത്ത് മെഡലിസ്റ്റുകൾ പോലും ഈ കണ്ണൂരിനകത്തും കേരളത്തിനകത്തൊക്കെ ഉണ്ട്. വലിയ സാധ്യതയാണ് നമുക്ക് പിന്നെ. തീർച്ചയായിട്ടും അവരൊക്കെ മുന്നോട്ട് വരുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണ്? തീർച്ചയായിട്ടും. നമ്മൾ ഈ പരിശീലനം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് വലിയ രൂപത്തിലുള്ള പ്രചരണം. ഇപ്പം സ്പോർട്സ് ഡിവിഷനിൽ ഈ വർഷം മുതൽ ഫെൻസിങ് ഇവൻ്റായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവിടെ പരിശീലനം കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുണ്ട്, സായിയുടെ സെൻറ്ററുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി സെൻറ്ററുകൾ, ഖേലോ ഇന്ത്യ സെൻറ്റേഴ്സ് ഞങ്ങൾ ഇടപെട്ട് നമുക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിൽ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് കേരള ഫെൻസിങ്ങിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഭാവിയിൽ. ഈ ഭവാനി ദേവി നമുക്കൊരു വലിയ പ്രചോദനം തന്നെയാണ്. അവരെ പിൻപറ്റിയാണ് ഈ പെൺകുട്ടികൾ ഇതിലേക്ക് കൂടുതലായി വരുന്നത്. അതൊരു ഐക്കണായി നിൽക്കുകയാണോ ശരിക്കും? തീർച്ചയായിട്ടും. ഈ ഫെൻസിങ്ങിൻ്റെ ആദ്യ ഒളിമ്പ്യൻ എന്നൊരു ഐക്കൺ ഭവാനിയാണ്. അതുപോലെ ഫെൻസിങ്ങിനകത്ത് നമുക്കിപ്പോൾ റീഷ പുതുശ്ശേരി കുറേ നാഷണൽ ഗെയിംസ് മെഡൽ കേരളത്തിൽ നിന്ന് എടുത്തുന്ന ഒരു ഇൻ്റർനാഷണലാണ്. അതുപോലെ ഇപ്പോൾ ജോസ്നയുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കായിക താരങ്ങൾ ഇപ്പോൾ സീനിയർ ലെവലിൽ തന്നെ നമുക്കുണ്ട്. സൗമ്യ
പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വനിതകളുടെ ഒരു നല്ല ഇൻ്റർനാഷണൽസിൻ്റെ ഒരു നിര കേരളത്തിനകത്തുണ്ട്. കസ്റ്റംസിലുള്ള അൽക്ക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കായിക താരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുരുഷന്മാരുടെ ടീമും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദേശീയ ചാമ്പ്യൻഷിപ്പ് അടുത്തിടെയാണ് കണ്ണൂരിൽ നടന്നത്. ഇനിയും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ നമുക്ക് അടുത്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാൾ വലിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഇനി വരാനുണ്ടോ കണ്ണൂർ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു അനൗപചാരികമായി അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് പൊട്ടൻഷ്യൽ, ഒരുപാട് ഇൻ്റർനാഷണൽ താരങ്ങളുമുണ്ട്. അപ്പോൾ അവർക്ക് പ്രചോദനമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നടത്തണം എന്നൊരു ആലോചന കേരളത്തിൽ നടത്തണമെന്നുള്ള ഒരു ആലോചന നമുക്കുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൂടി വലിയ പിന്തുണയുണ്ടായാലേ അത് നടത്താൻ വേണ്ടി പറ്റും. ബഹുമാനപ്പെട്ട കായിക മന്ത്രിയോടൊക്കെ ഞങ്ങൾ സംസാരിക്കാനിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു ചാമ്പ്യൻഷിപ്പ് എന്തായാലും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ്. ഏതായാലും ഈ ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ നടന്നപ്പോൾ അതിൻ്റെ സംഘാടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അതിനെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അസോസിയേഷനിലൊക്കെ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയൊക്കെ? നിങ്ങൾ അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു കമൻ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. പ്രത്യേകിച്ച് പല സ്ഥലത്ത് പോയാലും കുട്ടികളുടെ കാര്യത്തിൽ ചില പക്ഷേ ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്ലേയേഴ്സിന് ട്രാൻസ്പോർട്ടായാലും അക്കോമഡേഷനായാലും ഫുഡായാലും അവരുടെ ഒരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങളുടെ ഓർഗനൈസിങ് കമ്മിറ്റിക്ക് നോക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. എല്ലാവരും വന്ന ആളുകളൊക്കെ ആ ഒരു ഓർമ്മയിൽ തന്നെ ഞങ്ങളിപ്പോൾ പല മീറ്റിന് പോകുമ്പോഴും കുട്ടികളായാലും ആ ഓർമ്മയിൽ വന്ന് നമ്മളേക്കൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഏറ്റവും നല്ല സന്തോഷത്തോടെയാണ് അവർ കണ്ണൂരിൽ നിന്ന് തിരിച്ചു പോയത്. അത് കണ്ണൂരിൻ്റെ ഒരു കൾച്ചറാണ്. ആ കൾച്ചർ കീപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം. അത് നമുക്ക് ഭാവിയിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് വരാനൊരു പ്രചോദനമാവും. തീർച്ചയായിട്ടും നമ്മൾ ഫെൻസിങ് വരണമെന്നില്ല. ഇപ്പം എന്തായാലും വളരെ അടുത്ത് തന്നെ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കും. അത് ഫെൻസിങ് ആവണമെന്ന് വന്നില്ല, മറ്റൊരു ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ രംഗത്താകുമ്പോൾ നമുക്കെല്ലാം അപ്പുറം സഹകരിച്ച് ഞങ്ങൾ ഈ രംഗത്തെല്ലാം നിൽക്കും. അതുകൊണ്ട് ഈ വർഷം തന്നെ മിക്കവാറും ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ്, അതും ഇൻ്റർനാഷണൽ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഏറ്റവും അട്രാക്ഷനുള്ളൊരു ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒളിമ്പിക്സിലേക്ക് ഇപ്പോൾ 2028 അല്ലേ അടുത്ത ഒളിമ്പിക്സ് നടക്കേണ്ടത്, ലോസ് ഏഞ്ചൽസ് നടക്കേണ്ട ആ ഒളിമ്പിക്സിലേക്കുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള പരിശീലനം, അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രിപ്പറേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മൾ നടത്തുന്നത് അതൊക്കെ ഒരു ടൈം ഷെഡ്യൂളായിട്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ കോച്ചസും ടെക്നിക്കൽ എഫേർട്സും അവരതിനുള്ള പ്രിപ്പറേഷനുകളും അതിനുള്ള ഒരു കാര്യങ്ങളും കൃത്യമായി ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഉറപ്പായിട്ടും ലോസ് ഏഞ്ചലസിൽ നമ്മുടെ പുരുഷ വനിതാ ടീമുകൾ ക്വാളിഫൈ ചെയ്യുന്ന തന്നെയാണ് ഞങ്ങൾ. അത് തന്നെ വലിയൊരു തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ദേശീയ ഗാനം ലോസ് ഏഞ്ചൽസിലെ ഒരു ഒളിമ്പിക് വേദിയിൽ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ രാജ്യത്തിൻ്റെ അഭിമാനം. അത് ആദ്യ കടമ്പ ക്വാളിഫൈ ചെയ്യലാണ്. ഉറപ്പായിട്ടും അത് ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ക്വാളിഫൈ ചെയ്യും. തീർച്ചയായിട്ടും അതിന് ക്വാളിഫൈ ചെയ്താൽ നമുക്കൊരു മെഡൽ ചില സമയം ക്വാളിഫൈ ചെയ്തെന്ന് കിട്ടിക്കൂടാന്നില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ കായിക താരങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പലരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം പരിശീലനം നടത്തുന്നുണ്ട്. അവരുടെ എല്ലാം റാങ്കിങ് ഒക്കെ നല്ല രൂപത്തിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിം നടന്നത്, നാഷണൽ ഗെയിംസ് നടന്നിരുന്നു. ആ നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് പല സംവിധാനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി. സ്പോർട്സ് കൗൺസിലിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം. പക്ഷേ അതിനുശേഷം, ആ ഗെയിംസിന് ശേഷം അത് പരിപാലിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ? അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോവിഡാണ്. കോവിഡ് വരെ ഏറ്റവും മനോഹരമായി പരിപാലിച്ചു വരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു അത്. അന്നത്തെ ഞങ്ങളുടെ ഭരണസമിതി ആലോചിച്ചത് ഇത് സ്പോർട്സിനും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് നടത്താൻ വേണ്ടിയിട്ട് ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചില പരിപാടികൾക്ക് കൊടുക്കണം. അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. അങ്ങനെ കൊടുക്കാറുണ്ട്. ആ രൂപത്തിൽ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കൊറോണയ്ക്ക് സമയത്ത് ഇത് നമ്മുടെ ഡിസാസ്റ്റർ
നമ്മുടെ ഈ കൊറോണയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എടുക്കുകയും കലക്ടറുടെ നേതൃത്വത്തിൽ ഇത് ഏറ്റെടുക്കുകയും 2 വർഷം പൂർണ്ണമായും സ്റ്റേഡിയം അടച്ചിടുകയും എടുക്കുകയും ആ സമയത്ത് വെള്ളവും മഴയും ഇതൊക്കെ കൊണ്ട് അതിൻ്റെ വുഡ് മുഴുവൻ പോയി. പിന്നീടത് മെയിൻറ്റെയിനിങ്സ് ഒരു വല്ലാത്ത രൂപത്തിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നീട് സർക്കാർ അതിന് പൈസ അനുവദിച്ചു. പക്ഷെ അതിൻ്റെ പണി വേണ്ട സമയത്ത് നടന്നില്ല. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ അവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബുണ്ട്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചതാണ്. വളരെ മനോഹരമായി ഇപ്പോഴും നന്നായി പോകുന്നതാണ്. അതിനകത്ത് റവന്യൂ വരുന്നുണ്ട്. ഏറ്റവും പ്രൈവറ്റ് ഹെൽത്ത് ക്ലബിനെ വെല്ലുന്ന ഹെൽത്ത് ക്ലബ്ബാണ് അവിടെ. നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയാൽ തിരിയും. അപ്പോൾ പൂർണ്ണമായും പോയി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പ്രതിബന്ധമായിട്ടുണ്ട് ആ മെയിൻ്റനൻസിൽ. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ അവിടെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞാൽ ഏത് നാഷണൽ ചാമ്പ്യൻഷിപ്പും നടത്താൻ, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വരും. അതൊന്നുകൂടി മനോഹരമാക്കി അതിൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് വന്നാൽ നമുക്കിനിയും കൂടുതൽ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടി സാധിക്കും. അത്രയും വലിയ സ്റ്റേഡിയമാണത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബാത്റൂമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു, കണ്ണൂർ വിഷൻ തന്നെ വാർത്ത നൽകിയിരുന്നു. ഒരു ടെന്നീസ് കോർട്ട് അതാകെ നശിച്ച് കാട് മൂടിയ നിലയിൽ. അന്ന് നമ്മൾ വാർത്ത നൽകിയതിന് ശേഷം തങ്ങളുടെയൊക്കെ ഇടപെടലിനെ തുടർന്ന് അവിടുത്തെ കാട് വെട്ടിത്തെളിക്കുന്ന ഒരു സംഭവം നടന്നു. പക്ഷേ അതിനപ്പുറത്തേക്കൊരു കാര്യവും നടന്നില്ല. അതിപ്പോഴും അതേ രീതിയിൽ തന്നെയാണുള്ളത്. ആകെ നാശത്തിൻ്റെ വക്കിൽ. നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് ശരിയാണോ? അല്ല, അത് കൃത്യമായിട്ടും അത് ഒരു എനിക്ക് തോന്നുന്നു ശ്രീമതി ടീച്ചറുടെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ടെന്നീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പരിശീലകരെ കിട്ടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാം സ്പോർട്സ് കൗൺസിലിന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അധികം പറ്റാത്തത്. പക്ഷേ കളിക്കാർക്ക് അത് തുറന്നു കൊടുക്കാം. നമുക്ക് അവിടെ വേറെ പ്രയാസമില്ല. കോൺക്രീറ്റ് ആണ്. അത് ക്ലീൻ ചെയ്ത് മെഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ സ്പോർട്സ് കൗൺസിൽ ചെയ്യുമായിരിക്കും. ഇപ്പം പുതിയ സ്പോർട്സ് കൗൺസിലൊക്കെ വരാനായി. ഇലക്ഷൻ ഇന്ന് പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജില്ലാ സ്പോർട്സ് കൗൺസിലുകളുടെ ഇലക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയ ഊർജ്ജസ്വലമായ കാര്യങ്ങൾ അവർ വന്നാൽ, ഈ കോവിഡാണ് ഇതിനെല്ലാം പ്രയാസപ്പെടുത്തിയത്, പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പുറത്ത് കക്കാടെത്തിയാൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, അതും ഇതേ രീതിയിൽ ഒരു കാലിത്തൊഴുത്തായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ കണ്ണൂർ വിഷൻ ഇത് വാർത്ത നൽകിയിട്ടുണ്ട്. ആകെ കലങ്ങിയ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു വെള്ളം. അതിൻ്റെ നിർമ്മാണത്തിലും ഒരപാകത സംഭവിച്ചിട്ടില്ല. കാരണം തൊട്ടടുത്താണ് കക്കാട് പുഴ. മഴക്കാലത്ത് അതിലെ വെള്ളം ഉറപ്പായും ഇങ്ങോട്ടേക്ക് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ. ഇതൊക്കെ നമ്മുടെ ഒരു വീഴ്ച എന്നുള്ള രീതിയിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ല, അത് നമ്മളതിന് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ സ്പോർട്സ് വകുപ്പിനോ സ്പോർട്സ് കൗൺസിലിനോ ഒരു സ്ഥലവും കയ്യിലുണ്ടായിരുന്നില്ല. അന്ന് മുണ്ടയാട് സ്പോർട്സ് കോംപ്ലക്സ് നമുക്ക് സ്ഥലമില്ല, ഏറ്റെടുത്തിരുന്നില്ല. ആ ഘട്ടത്തിൽ കണ്ണൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലുള്ള ഒരു സ്ഥലമാണ് കക്കാട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അപാകതകളൊന്നുമല്ല. 2018-ലെയോ 19-ലെയോ പ്രളയത്തിലാണ്. അതുവരെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ലാഭം സ്പോർട്സ് കൗൺസിലിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അന്നത്തെ എനിക്ക് ഓർമ്മയില്ല, എന്നാലും വലിയ ലാഭം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിലാണ് അതിൻ്റെ ഫിൽട്ടർ പ്ലാന്റ് അടിച്ചു പോകുന്നത്. ആ പ്രളയത്തിൽ ഈ രാജ്യത്ത് എന്തെല്ലാം പോയി എന്നുള്ളത് മനോജിനോട് ഞാൻ വിശദീകരിക്കേണ്ട. പക്ഷേ ആ ഫിൽട്ടർ പ്ലാന്റ് പിന്നെ റിപ്പയർ ചെയ്യുന്നതിനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ റിപ്പയർ ചെയ്തിട്ടില്ല, സ്വാഭാവികമായിട്ടും പോകും. ഇപ്പം KV സുമേഷ് MLA ഇടപെട്ട് ഏതാണ്ട് 60 ലക്ഷമോ 50 ലക്ഷമോ, എനിക്ക് എത്രയോ എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം തന്നെ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രൂപത്തിൽ റിപ്പയർ ചെയ്യപ്പെട്ട് കാര്യങ്ങൾ നീക്കും. അത് ഫിൽട്ടർ പ്ലാന്റ് എഞ്ചിനീയർ വന്നിട്ട് എനിക്കന്ന് ഓർമ്മയുണ്ട്, കുറച്ച് ഉയർത്തി വെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ആ ഫിൽട്ടർ പ്ലാന്റ് കുറച്ച് ഉയർത്തി വെക്കാൻ വേണ്ടി പറ്റും. അത് പറ്റിയ അവിടെ നല്ല സ്വിമ്മിംഗ് പൂളായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഘട്ടത്തിൽ സ്പോർട്സ് കൗൺസിലിന് ഒരു സ്ഥലവുമില്ലാത്ത സമയത്ത് സ്പോർട്സ് കൗൺസിൽ പ്രപ്പോസ് ചെയ്തതാണ്. അന്ന് അത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറാണ് അതിൻ്റെ മിനിസ്റ്റർ. അന്ന് UDFൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ എടുത്തതിലും ഒക്കെ അങ്ങനെ അപാകതയുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് സംസ്ഥാന
പിന്നെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ നിർമ്മാണ ചുമതല. സ്പോർട്സ് ടീമാണ് മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഗണേഷ് കുമാർ മിനിസ്റ്ററായിരുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ പണിയും പൂർത്തിയായിട്ടുള്ളത്. നല്ല രൂപത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ല, ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു, അതിനുശേഷം അത് നാശത്തിലേക്ക് പോകുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് നിർത്തേണ്ടതല്ല. ഇനിയെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകരുത് എന്ന് നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ? ശരി, തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഹെൽത്ത് ക്ലബ്ബുകൾ. ഏറ്റവും മികച്ച സാധനങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് 7-8 വർഷമായി. നിങ്ങൾക്ക് ഇവിടെ പോയി നോക്കാം. അതിൻ്റെ മെയിൻ്റെനൻസ് പിന്നെ ഒക്കെ ആ ഘട്ടത്തിൽ തന്നെ പിന്നെ ടൈപ്പായിരുന്നു. അതിനുശേഷവും അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ആ രൂപത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതുപോലെ മെയിൻ്റെനൻസ് കൂടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനമായിരിക്കണം നടക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊന്ന് കാണേണ്ടത്, നമുക്ക് മെയിൻ്റെനൻസിന് ആരും പണം നൽകില്ല. നമ്മൾ ഈ സംവിധാനം ഉപയോഗിച്ച് അത് മെയിൻ്റെനൻസിൻ്റെ പണവും കൂടി കണ്ടെത്തി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സാധിക്കും. ഇപ്പോഴും മുണ്ടയാട് റിനോവേറ്റ് ചെയ്താൽ നമുക്ക് വലിയ സാധ്യതയാണ്. റവന്യൂ നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ റവന്യൂ ഉപയോഗിച്ച് മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാം. അങ്ങനെ കേരളത്തിൽ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. മനോജിന് പോയി നോക്കിയാൽ തിരിയും. അവിടെ ഏറ്റവും മനോഹരമായി റവന്യൂ ഉണ്ടാക്കുന്നു, സ്പോർട്സും നടക്കുന്നു, എല്ലാം നടക്കുന്നു. ഇത് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചേ നടത്താൻ പറ്റൂ. അല്ലാതെ ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയുകയാണ്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഞാൻ ഇവിടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ കല്യാണങ്ങൾക്ക് കൊടുക്കും. അത് ഒരു വർഷത്തിൽ 20-22 പരിപാടികൾ ഞങ്ങൾ സ്പോർട്സ് ഇല്ലാതെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു കല്യാണം നടത്തിയതിന് വലിയ വിമർശനം ഞാൻ നേരിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകളാണ് പക്ഷെ അത് തെറ്റാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേഡിയം എന്താ കല്യാണം നടത്താനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് ലോകത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളും നമുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ സ്പോർട്സ് പരിപാടിയും കൊടുക്കണം, കമേഴ്ഷ്യൽ പരിപാടിയും കൊടുക്കണം. ഇത് രണ്ടും കൂടി സ്പോർട്സിന് നമുക്ക് സൗജന്യമായിട്ടോ ചെറിയ റേറ്റിനോ ആളുകൾക്ക് കൊടുക്കാം. പക്ഷേ കമേഴ്ഷ്യലാകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാശ് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് നടത്തും. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോയാൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ കക്കാട് സ്വിമ്മിംഗ് പൂൾ, ഇതെല്ലാം മെച്ചപ്പെട്ട രൂപത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനമാണ് സ്വിമ്മിംഗ് പൂൾ. അത് ശരിയായ അർത്ഥത്തിൽ കൊണ്ടുപോയാൽ സ്പോർട്സ് കൗൺസിലിനും സമൂഹത്തിനും ഒരു അസറ്റായിരിക്കും. അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് സർക്കാർ ഒരു സംവിധാനം, ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിനുള്ള ഫണ്ട് തരും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പണം കണ്ടെത്തണം. ഇപ്പോൾ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലുള്ള സ്ഥലം ഒരു കമേഴ്ഷ്യൽ കണ്ണായ ഒരു സ്ഥലമാണ്. നമുക്കവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം സാധ്യമാക്കാൻ കഴിയാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പദ്ധതി ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഏതാണ്ട് 10-15 കോടി രൂപ ചെലവിട്ടിട്ട് കായിക വകുപ്പ് ഒരു DPR ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സ്വിമ്മിംഗ് കോംപ്ലക്സ് ഒക്കെ അവിടെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ പദ്ധതി അങ്ങനെ ഓരോ പദ്ധതികൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് തന്നെ അവിടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഒരു നല്ല ഫംഗ്ഷൻ നടക്കണമെങ്കിൽ നമുക്കവിടെ ഉപയോഗപ്പെടുത്താം. അതിൻ്റെ റെൻറ്റ് 1-2 ലക്ഷം രൂപ കൊടുത്താൽ അതിൻ്റെ റെൻറ്റ് കൊടുത്തൊക്കെ നടത്താം. അതൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മുണ്ടയാട് ഏതാണ്ട് 3 സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ഒക്കെ ആയിട്ട് അവിടെ വലിയ കായിക സമുച്ചയത്തിനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ മെച്ചപ്പെടൽ അവിടെ പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് കാൽപന്താണ്. നമ്മൾ വലിയ കണ്ണൂരായിരുന്നു ഒരു കാലത്ത് കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലയുടെ ഈറ്റില്ലം എന്ന് തന്നെ പറയാം. നമ്മൾ ഫെഡറേഷൻ കപ്പ്, നായനാർ കപ്പ് ഉൾപ്പെടെയുള്ള വലിയ ടൂർണമെൻറ്റുകൾ നടന്ന ഒരു സ്റ്റേഡിയമാണ് ജവഹർ സ്റ്റേഡിയം. പക്ഷെ ഒരു ഉപയോഗവുമില്ലാത്ത രീതിയിൽ ആ സ്റ്റേഡിയം ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഒരു മത്സരം പോലും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു. കുറേ ഫണ്ട് അവിടെ ചെലവഴിക്കുന്നു, പക്ഷേ ഒരു കാര്യത്തിനും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സംവിധാനം വരുന്നു. എന്തുകൊണ്ടാണ് ഈ ജവഹർ സ്റ്റേഡിയം ഇങ്ങനെ നാശത്തിൻ്റെ വക്കിലേക്ക് പോയത്?
വളരെ മനോജ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ സങ്കടം വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് 2016 ഈ ജവഹർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ചരിത്രമൊന്നും നമുക്ക് പറയണ്ടല്ലോ. ഞങ്ങളൊക്കെ ആ ഗാലറിയിൽ ഇരുന്ന് ഫെഡറേഷൻ കപ്പൊക്കെ ആവേശത്തോടെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. പി ലക്ഷ്മണേട്ടനൊക്കെ അന്ന് നടത്തുമ്പോൾ വളരെ ആരാധനയോടെ നമ്മളെല്ലാം ഇത് നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഘട്ടമാണ് 2016. അപ്പോൾ ബഹുമാനപ്പെട്ട EP ജയരാജേട്ടൻ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററായി. നമ്മുടെ കിഫ്ബിയിൽ വിവിധ പഞ്ചായത്തുകൾക്ക് സ്റ്റേഡിയങ്ങൾക്ക് കാശ് വെക്കുന്നു. അപ്പോൾ ഞങ്ങൾ ജയരാട്ടൻ അപ്പം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയ പാട് ഇങ്ങനെ ജവഹർ സ്റ്റേഡിയം അത് പിന്നെ നമുക്ക് വെക്കണ്ടേ എന്ന് ജയരാട്ടൻ പറയുകയും ആ ഘട്ടത്തിൽ ഏതാണ്ട് 10 കോടിയൊക്കെയാണ് നമ്മളെല്ലാ തദ്ദേശ സ്വയംഭരണ സ്റ്റേഡിയത്തിനും അന്ന് കൊടുത്തിരുന്നത്. പക്ഷെ അന്ന് ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 13 കോടി രൂപ. അപ്പോൾ തന്നെ കായിക മന്ത്രിയായ ജയരാട്ടൻ അത് സാങ്ഷൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും ആ പ്രോജക്റ്റുകൾ നീക്കി അതിൻ്റെ DPR തയ്യാറാക്കി അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ടെൻഡർ ചെയ്തപ്പോഴാണ് കോർപ്പറേഷൻ അത് സാങ്കേതികമായി വിട്ടുതരില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഡർ ചെയ്ത പ്രോജക്റ്റാണ് ക്യാൻസലാക്കുന്നത്. അതിൽ ചില കണ്ടീഷനുകൾ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും ബഹുമാന്യനായ കായിക മന്ത്രി തന്നെ നേരിട്ട് അന്നത്തെ EP ജയരാട്ടൻ അന്ന് വിളിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കി കൊടുത്തു. മെയിൻ്റനൻസിൻ്റെ മനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ മെയിൻ്റനൻസിൻ്റെത് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണോ അവർ പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം മാറ്റി കൊടുത്തു. പക്ഷേ അതിന് തയ്യാറായിട്ടില്ല. അവരന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന് സ്പോർട്സ് കൗൺസിലിന് കൈമാറണമെന്ന്. അങ്ങനെ ഒരു കരാറേ ഇല്ല. ഇതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കണം, അതിനൊരു കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മേയറാണ്, ആ കമ്മിറ്റിയുടെ സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. അതിൽ ഒരു വൈസ് പ്രസിഡന്റ് സഹഭാരവാഹിയായിട്ട് മാത്രമേ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു അംഗമുള്ളൂ. ഒരു ജോയിന്റ് വെഞ്ചർ, ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് എന്താ താല്പര്യം എന്ന് എനിക്കറിയില്ല. ഞാൻ പൂർണ്ണമായിട്ടും അത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരും ഈ പ്രോജക്റ്റിന് അനുകൂലമായിരുന്നു. പക്ഷെ ചില ആളുകൾ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊന്നും പോകുന്നില്ല. അന്ന് മേയറായിരുന്ന TO മോഹനൻ അതിന് എതിര് നിന്നോ? വ്യക്തിപരമായി കോർപ്പറേഷൻ്റെ അന്നത്തെ ഭരണ സമിതി ഇതിന് എതിര് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു വലിയ നഷ്ടമാണ്. നിങ്ങൾ നോക്കൂ, തലശ്ശേരി സ്റ്റേഡിയം ഇപ്പോൾ ആരാ അത് റൺ ചെയ്യുന്നത്? നഗരസഭയാണ്. തലശ്ശേരി സ്റ്റേഡിയം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് റവന്യൂയുടെ കയ്യിലുള്ള സ്റ്റേഡിയം, എന്നിട്ട് പോലും അവിടുത്തെ നഗരസഭയാണ് റൺ ചെയ്തത്. ഇത് നഗരസഭയുടെ കയ്യിലുള്ള സ്റ്റേഡിയമാണ്. ഇപ്പോൾ പയ്യന്നൂർ, ഇപ്പോൾ കൂത്തുപറമ്പ് നഗരസഭയാണ് കൂത്തുപറമ്പ് സ്റ്റേഡിയം കൈകാര്യം. എവിടെയും കേരളത്തിലെ കുറേ നഗരസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്റ്റേഡിയം വികസിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതാത് നഗരസഭയും കാര്യങ്ങളും. ഒരു കമ്മിറ്റിയുണ്ട് മെയിൻ്റനൻസിന്, അതുമാത്രമാണ്. പക്ഷേ ഇത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കാശ് 13 കോടി രൂപ ഒരു സ്റ്റേഡിയം നന്നാക്കുന്നതിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ലഭിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അനുഭവമാണ്. വലിയ നിരാശ അതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം. അത് നടന്നിരുന്നെങ്കിൽ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. ഉറപ്പായിട്ടും അത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രാജ്യാന്തര മത്സരങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇപ്പോഴും പദ്ധതി അവിടെ നിൽക്കുകയാണല്ലോ, ഡ്രോപ്പായോ? ഇല്ല, ഇനി ഇപ്പം ഇത്രയും വർഷമായപ്പോൾ അതിൻ്റെ കാശൊക്കെ നീക്കി വെച്ചിട്ട് മാറ്റിയിട്ടുണ്ടാവല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പം ഏറ്റവും ലാസ്റ്റ് പുതിയ സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കോർപ്പറേഷനുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എന്താണ് അതിന്റെ തെറ്റിദ്ധാരണക്ക് കാരണം? അത് നമുക്ക് ഏത് വിഷയവും നമുക്കൊരു ചർച്ച ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. എന്റെ വരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ വരുമാനം പൂർണ്ണമായും സ്പോർട്സ് കൗൺസിലിലേക്ക് പോകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതിൽ ഒറ്റ കണ്ടീഷനാണ്, ഈ കിഴക്ക് ഭാഗത്ത് പൂർണ്ണമായും തകർന്നിട്ടുള്ള ബിൽഡിംഗ് കോംപ്ലക്സ് ആ പുതുതായി അത് മാറ്റിയെടുക്കുകയും അതിൻ്റെ വരുമാനം ഈ ഗ്രൗണ്ടിൻ്റെ മെയിൻ്റെനൻസിന് ഈ കമ്മിറ്റിയുടെ നിക്ഷിപ്തമാക്കണമെന്നുള്ള കരാറ് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മെയിൻ്റെനൻസ് നടക്കൂ. ബാക്കി എല്ലാ വരുമാനവും കോർപ്പറേഷൻ കിട്ടുന്ന രൂപത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നടപ്പിലാക്കിയിട്ടില്ല. അതൊരു നമ്മുടെ ഭരണസമിതിക്ക്, കണ്ണൂർ കോർപ്പറേഷന് ഒരു വലിയ പാളിച്ചയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ അതിനെ നോക്കിക്കാണുന്നത്. അതിൽ വേറെ രാഷ്ട്രീയമൊന്നുമില്ല.
അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ നമുക്ക് ഇനി ഇപ്പോൾ കോർപ്പറേഷനാണ് ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥകൾക്കെല്ലാം അറിയാമല്ലോ. നമുക്ക് ഉള്ളിലിപ്പോൾ KFA ഇടപെട്ട് ഉള്ളിലെ ഗ്രൗണ്ടുകൾ ചെറുങ്ങനെ പാച്ചപ്പ് ചെയ്തു എന്നല്ലാതെ അതൊരു വലിയ മത്സരങ്ങൾ നടത്താൻ വേണ്ടി സ്റ്റേഡിയമൊക്കെ ഡാമേജാണ്. അതിനൊന്നും നമുക്ക് പര്യാപ്തമല്ല. അത് നന്നായി മാറ്റാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗാലറി ഉൾപ്പെടെ പൊളിച്ചു പണിയേണ്ടി വരും. അത് പണിയേണ്ടി വരും. സംസ്ഥാന ഗവൺമെൻറ്റുമായി കോർപ്പറേഷൻ ഇരുന്ന് ആലോചിച്ച് ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് കൂടി ചോദിക്കണം. കോർപ്പറേഷൻ ഒറ്റക്ക് നടത്താനുള്ള ഫണ്ടോ ഒന്നും കോർപ്പറേഷൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയൊരു നിരാശയാണ് കണ്ണൂരിലെ കായിക പ്രേമികൾക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ സൂപ്പർ ലീഗൊക്കെ നടക്കുന്നതാണ്. കണ്ണൂരിന് ഒരു വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് ഇപ്പോൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവർ കോഴിക്കോടൊക്കെയാണ് അതിൻ്റെ ഹോം ഗ്രൗണ്ടായി വച്ചിരുന്നത്. ഇത്തവണ ഈ ജവഹർ സ്റ്റേഡിയം തന്നെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ല, പക്ഷേ എത്ര ആൾക്ക് കളി കാണാൻ വേണ്ടി പറ്റും? ആ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയുടെ അവസ്ഥ എന്താ? അതൊക്കെ വലിയ അപകടമാണ്. അതുകൊണ്ട് അത് ഒരു വലിയ നിരാശ എനിക്ക് വ്യക്തിപരമായി ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എനിക്ക് ഉണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ വലിയ ആവേശത്തോടെ അത് എടുത്തതാണ്. മറഡോണയൊക്കെ കാലുകുത്തിയ ഒരു ഗ്രൗണ്ട്. അതെ, അതിനൊരു ചരിത്രപരമായ, മറഡോണ മാത്രമല്ല ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. കേരള പോലീസ് കപ്പടിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ കേരള പോലീസിൻ്റെയൊക്കെ കളിക്കാരെ നമുക്കൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. അവരുടെ പൊസിഷൻ ഉൾപ്പെടെ സത്യനും ഷറഫലിയും കുരുകേഷ് മാത്യുവും വിജയനും ഹബീബ് റഹ്മാനും എഡിസണും ഒക്കെ പാപ്പച്ചനൊക്കെയുള്ള ചാക്കോ ഒക്കെ ഉൾപ്പെടെയുള്ള ആ ടീമിന് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് കണ്ണൂരിലെ ജനങ്ങൾക്ക് ആ ഗ്രൗണ്ടിനോടുണ്ട്. പക്ഷേ അത് വലിയ രൂപത്തിൽ മാറ്റാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് വ്യക്തിപരമായി നമുക്കെല്ലാം വലിയ നിരാശ. ശരിക്കും ഇത് നല്ലൊരു ഗ്രൗണ്ടായി നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്ന സന്തോഷ് ട്രോഫി മത്സരങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഐ ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഒരു കണ്ണൂരുകാർക്ക് നായനാർ ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ചാമ്പ്യൻഷിപ്പ് കാണാൻ ഒരു അവസരം ഉണ്ടായില്ല. അപ്പോൾ അതെല്ലാം ലഭിക്കും. ഈ നായനാർ കപ്പ് തന്നെ നിന്നുപോയത് ഒരു ഗ്രൗണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ്. പല നല്ല ടീമും കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് ഇനി എന്ത് കളി വരണമെങ്കിലും ആ ഗ്രൗണ്ട് അടിമുടി മാറണം. വലിയ നിരാശയാണ് നമുക്കെല്ലാം ഉള്ളത്. ഒരു അഡ്മിനിസ്ട്രേഷൻ, കായിക സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ, അതുപോലെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരമായി ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കിഫ്ബിയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം ഒരു ചെറിയ ഒരു ലൈസൻസൊക്കെ ആയിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പം അത് പ്രവർത്തനമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് മഞ്ചേരിയിലെല്ലാം ആ ഘട്ടത്തിൽ തുടങ്ങിയതാണ്. അതൊക്കെ പൂർത്തിയായി അവിടെയൊക്കെ നല്ല കളികൾ വന്നു. അതുപോലെ വയനാട് ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഡിയം വയനാട് വന്നു, കൽപ്പറ്റ. നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല. അതൊക്കെ കൽപ്പറ്റയുടെ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം എല്ലാം ഒരുമിച്ച് ഡിസൈൻ ചെയ്തതാണ്. എന്നാൽ ഞാനും ഒക്കെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു അന്ന്. അത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇല്ല, അത് കോർപ്പറേഷനാണ് തീരുമാനിക്കേണ്ടത്. കോർപ്പറേഷൻ തീരുമാനിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചാൽ എന്തെങ്കിലും ഒരു സാധ്യത സംസ്ഥാന ഗവൺമെൻറ് കൂടി സഹായിച്ചാൽ ലഭ്യമാവും. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാൻ. മറ്റൊരു സ്റ്റേഡിയത്തിന് സാധ്യതയുണ്ടോ കണ്ണൂരിൽ? ഇനിയൊരു നല്ല സ്റ്റേഡിയം വരണമെങ്കിൽ ഒരു 10-35 ഏക്കർ സ്ഥലം വേണം. ഇനി അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ മത്സരങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് കണ്ണൂരിനകത്ത് ഒരു വേണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം തിരുവനന്തപുരം ഗ്രീൻഫീൽഡോ കൊച്ചിൻ കല്ലൂർ പോലെയുള്ള ഒരു അതിനേക്കാൾ വലിയ ഒരു ക്രിക്കറ്റ് അടക്കം നടത്താൻ വേണ്ടി പറ്റുന്ന എയർപോർട്ടിനടുത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റേഡിയം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് വരുമെന്ന് പ്രതീക്ഷ ഉള്ള ആളാണ്. ഇപ്പോൾ ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് സ്പോർട്സ് കൗൺസിലാണ്. താങ്കളുടെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ നടത്തിയ ഇടപെടലുകൾ ആരെന്ത് പറഞ്ഞാലും ശരി, വലിയ തോതിലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് താങ്കൾക്ക് ഒരുപക്ഷെ താങ്കളുടെ സഹപ്രവർത്തകരും മറ്റും ആയിരിക്കാം, കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ വ്യക്തിപരമായി ഞാൻ അതിൽ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയും. ഇല്ല, അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കില്ല. നമ്മളൊക്കെ നമ്മുടെ ഒരു കാലഘട്ടമുണ്ട്. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിനകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒരു സാമ്പത്തികമായ ചില ക്രൈസിസുകൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എല്ലാ ഘട്ടത്തിലും വരും. എനിക്ക് അതിനേക്കാൾ ഉപരി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് നമ്മളിപ്പം ഈ ചില സ്റ്റേഡിയങ്ങളൊന്നും ഗവൺമെൻറ് സെക്ടറിലൊക്കെ വരുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പം കർണാടകത്തിനകത്ത് ഇപ്പം ബെല്ലാരി ഗ്രൂപ്പ്, ജിൻഡാൾ, അതുപോലെ റിലയൻസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രൈവറ്റ് അക്കാഡമികൾ ഇന്ത്യയിലാകമാനം വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സ്പോർട്സ് പോളിസിക്കകത്തും അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതുപോലുള്ള പ്രൈവറ്റ് അക്കാഡമികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ കേരളത്തിന് നല്ല പൊട്ടൻഷ്യലുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണൂരിൻ്റെ പയ്യന്നൂർ മുതൽ കൊട്ടിയൂർ വരെയുള്ള മലയോര മേഖല ഒരു സ്പോർട്സ് ഫാക്ടറിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത് കുറേ കൂടി ഇത്തരം അക്കാഡമികൾ, പ്രൈവറ്റ് അക്കാഡമികൾ, സർക്കാർ അക്കാഡമികളോടൊപ്പം പ്രൈവറ്റ് അക്കാഡമികളും കൂടി വന്നാൽ മാത്രമേ ഇനിയൊരു സമൂലമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ മുമ്പിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈ പെർഫോമൻസ് സെൻറ്ററുകൾ, അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങളിത് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഗ്രാസ് റൂട്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ അതിൻ്റെ കഴിഞ്ഞാലുള്ള ഹോസ്റ്റലുകൾ, സ്പോർട്സ് അക്കാഡമികളുണ്ട്. പക്ഷെ നമുക്ക് ഹൈ പെർഫോമൻസ് സെൻറ്ററുകളില്ല. അപ്പോൾ ആ ഹൈ പെർഫോമൻസ് സെൻറ്ററുകൾ നമുക്ക് സർക്കാർ തലത്തിലും ഒക്കെ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം നമ്മൾ എല്ലാവരും കായിക വകുപ്പ് അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി വന്നാൽ കുറേ മെച്ചപ്പെടൽ നമുക്ക് ഈ കായിക രംഗത്തുണ്ടാവും. അപ്പോൾ അതിൽ പ്രൈവറ്റ് സെക്ടർ കൂടി കുറച്ചുകൂടി വരണം. ഈ വരാനിരിക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ മുമ്പാകെ ഇത്തരം ശുപാർശകൾ വെക്കുകയാണ്. എല്ലാവരുമായി സംസാരിച്ച് വലിയൊരു സംരംഭം ഒരു മറ്റ് ഏജൻസികളുമായി ചേർന്ന്, സ്വകാര്യ സംരംഭങ്ങളുമായി ചേർന്ന് വലിയൊരു സംവിധാനം കണ്ണൂരിലേക്കും വരണം എന്നുള്ളൊരു ശുപാർശ കൂടി താങ്കൾ മുന്നോട്ട് വെക്കുക. തീർച്ചയായിട്ടും കണ്ണൂരിൽ ഒരുപാട് NRI സമൂഹമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നമ്മൾ കൃത്യമായി അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ അത്തരം ആളുകളൊക്കെ ഈ സ്പോർട്സ് മേഖലക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അത് നമുക്ക് ഭയങ്കരമായി എൻകാഷ് ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മനോജ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നറിയില്ല, അതിലൊരു അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് ആണ്, അപ്പാർട്ട് ഫ്രം എല്ലാമാണ്. ഇപ്പോൾ സ്പോർട്സിൽ വേറെ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, പക്ഷേ ആ രാഷ്ട്രീയം സ്പോർട്സിനകത്ത് കാണിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ. UDFൻ്റെ കാലഘട്ടത്തിൽ 5 വർഷവും ഏതാണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആളാണ്. UDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ ഘട്ടത്തിലും വളരെ മനോഹരമായി സ്പോർട്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ഘട്ടത്തിലും കായിക രംഗത്ത് പൊളിറ്റിക്സ് കലർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് സ്പോർട്സിനകത്ത് നമ്മൾ ഒരു കാരണവശാലും. CPMൻ്റെ നേതാവാണ്, OK വിനീഷാണ് ഇതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സഹായം തേടി പോവുക എന്ന് ഒരു കായിക മേഖലയിൽ മികവ് തെളിയിച്ച ഒരാൾ തോന്നിയാൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ന്യായമായ എല്ലാ കാര്യങ്ങളും ഞാൻ അത് നമ്മൾ മെറിറ്റ് അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ. ആ ചെയ്യുന്ന ഘട്ടത്തിൽ അതിലൊന്നും അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ ഒരു അംഗീകാരം എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉന്നതനായ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും ഉൾപ്പെടെ ഈ രംഗത്ത് എന്നെ വിളിക്കുകയും അവർ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ആ രംഗത്ത് ഒരു കാരണവശാലും ഈ വിഷയത്തിനകത്ത് പൊളിറ്റിക്സ് കലർത്തുന്ന ആളല്ല സ്പോർട്സ് രംഗത്ത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഞാൻ ഒരു തരത്തിലും അത്തരം ഇതിൽ ഈ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിലൊന്ന് ഇതിൻ്റെ ഒക്കെ തലപ്പത്ത് ഓരോ രാഷ്ട്രീയ നേതാക്കളാണ്. അപ്പോൾ അവരവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്പോർട്സിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി പല കോണുകളിൽ നിന്നും പല മേഖലയിൽ നിന്നും വരാറുണ്ട്. അതൊന്നും ശരിയല്ല. ഇല്ല, അത്തരം ഒരു കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ അതിൽ നമ്മളിപ്പോൾ ഒരു വിഷയം എടുത്താൽ ഇതിലൊന്നും ഒരു കാരണവശാലും നമുക്ക് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അർഹമായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് അംഗീകാരം കൊടുക്കലാണ്. അവർക്ക് രാജ്യത്തിന് വേണ്ടിയും ഈ ജില്ലയിൽ മത്സരിക്കുന്ന ആൾ കണ്ണൂരിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ ഏത് ആളുകളോട് ചോദിച്ചാലും അവർക്ക് വ്യത്യസ്ത അഭിപ്രായം എന്നെക്കുറിച്ച് ഉണ്ടാവില്ല. പറഞ്ഞാൽ ഞാൻ ആ രംഗത്ത് ഇടപെട്ടത് ഒരുപാട് വിഷയം, ഇപ്പോൾ ഇവിടുത്തെ മുണ്ടിയാട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിനകത്ത് ഒക്കെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇത്തരം ഡെവലപ്മെൻറ്റ് കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഒരു വലിയൊരു സ്റ്റേഡിയം, ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് അടക്കം നടത്താൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം അത് കണ്ണൂരിൽ നമുക്ക് എവിടെയെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. അത് മട്ടന്നൂർ മേഖലക്കകത്തെല്ലാം നമുക്ക് ആലോചിക്കാം. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുൻപിൽ
അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനസ്സിലതുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഈ കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം നമ്മളെല്ലാം കണ്ണിഞ്ചിപ്പിക്കുന്നതാണ് എല്ലാ മേഖലക്കകത്തും. പിന്നെ അപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങളെല്ലാം ചില അഭ്യർത്ഥനകളും ചില അപേക്ഷകളും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ഉണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് കണ്ണൂരിൽ വരുമെന്നുള്ള ഒരു മൂന്നാം വട്ടവും അധികാരത്തിൽ വരികയാണെങ്കിൽ കണ്ണൂരിന് ഉറപ്പായും ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അടക്കമുള്ള ഒരു ഗ്രൗണ്ട് നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എൻ്റെ ഒരു വലിയ പ്രതീക്ഷ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. മൂന്നാം വട്ടം വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഒരു തുടക്കം ചില സമയം ഇടാൻ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ മൂന്നാം വട്ടം തീർച്ചയായിട്ടും അതുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിന് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കണ്ണൂരിനകത്ത് അതിനുള്ള നിങ്ങൾ ഇപ്പം നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ കളി പിന്നെ കൊച്ചിയിൽ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഞ്ഞ ജേഴ്സിയിട്ട ആളുകൾ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അത്രയേറെ പൊട്ടൻഷ്യലുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാന്യനായ CMൻ്റെ മനസ്സിൽ അതുണ്ടാവും. അത് തീർച്ചയായിട്ടും വരും എന്ന പ്രതീക്ഷയിലാണ് ഒരു കായിക പ്രേമി എന്ന നിലയിൽ എനിക്ക് ഉള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നിലുണ്ടാകും. തീർച്ചയായിട്ടും അത് ആ ആശയത്തോട് നമുക്കതൊക്കെ വലിയ സന്തോഷമല്ലേ. അപ്പോൾ ആ ആശയത്തോടൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിലതുണ്ട് എന്നാണ് എനിക്കൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുള്ളത്. സ്പോർട്സ് രംഗത്ത് വലിയ വികസനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഘട്ടത്തിലും ഒക്കെ എന്തു പറഞ്ഞാലും അദ്ദേഹം കായിക രംഗത്തോട് അത് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ സന്തോഷവും അതിനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവും നടത്തുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുണ്ടാവും. അദ്ദേഹം ഈ കേരളത്തെ ഒരു പുതിയ കേരളമായി സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ ആ ഒരു രംഗത്ത് കണ്ണൂരിലും അത്തരമൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. എന്തായാലും ദേശീയ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കണ്ണൂരിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ സ്വന്തമാണ്. നമ്മുടെ സ്വാർത്ഥമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിനു വേണ്ടി ഞങ്ങളിങ്ങനെ വാദിക്കുന്നത്. കണ്ണൂരിൽ ഒരു വലിയ സ്റ്റേഡിയം, ഇന്റർനാഷണൽ സ്റ്റേഡിയം, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും നടത്താൻ കഴിയുന്ന ഒരു വലിയ സ്റ്റേഡിയം, അത് കണ്ണൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ എത്ര പണം മറ്റേത് മേഖലയിൽ ചെലവഴിച്ചാലും ഇതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് അത് വളരെ വലുതായിരിക്കും. കൊച്ചിയിലെ ജവഹർ സ്റ്റേഡിയം പോലെ, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം പോലെ, തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പോലെ കണ്ണൂരിലും ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം, അത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ താനുമുണ്ടാകും എന്ന ഉറപ്പാണ് ഈ സ്പോർട്സ് സംഘാടകൻ എന്നുള്ള രീതിയിൽ കൂടി കായിക മേഖലയിൽ വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയമുള്ള OK വിനീഷ് നമുക്ക് നൽകിയ ഉറപ്പ്. അതിനായുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലും അതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് എന്നെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും മട്ടന്നൂരിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനടുത്ത് തന്നെ, ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് അടുത്ത് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൂടി വന്നാലുണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതായിരിക്കും. അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നായി പരിശ്രമിക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം എന്ന് പറയുന്നത് ജവഹർ സ്റ്റേഡിയത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയാണ്. അതിന് കോർപ്പറേഷനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കോർപ്പറേഷൻ എന്താണ് സംഭവിച്ചത് എന്നത് കോർപ്പറേഷനും പരിശോധിക്കട്ടെ. അതും നമുക്ക് അടിയന്തരമായും ആ പ്രശ്നവും പരിഹരിക്കേണ്ടതുണ്ട് എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച് ഫെൻസിങ്ങിനെ കുറിച്ചും സ്പോർട്സ് മേഖലയാകെക്കുറിച്ചും സംസാരിച്ചത് OK വിനീഷാണ്. ദേശീയ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അദ്ദേഹം ആ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുകയാണ്. അതിനും ഉണ്ട് അദ്ദേഹത്തിന് സ്വപ്നം. ഒളിമ്പിക്സ് മെഡൽ, ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്യൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കട്ടെ. എന്തായാലും കണ്ണൂരിൻ്റെ, കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇനിയും ഉണ്ടാകും. ആ പ്രവർത്തനങ്ങൾ നമുക്കുകൂടി
കണ്ണൂരിനു കൂടി ഉപകാരപ്രദമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്തയാഴ്ച വീണ്ടും ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.